ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ പുതിയ വീടിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സൈറ്റിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്ക് ഇതാ അവിടെ ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ കുട്ടികളെ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ചെറിയ കുട്ടികൾ ഇരിക്കുന്ന കണ്ടപ്പോൾ ഒന്ന് നിർത്തി നോക്കിയതാണ് കേട്ടോ. ഉപ്പിലിട്ടതും എല്ലാം ഉണ്ട്. അപ്പോൾ വരുമ്പോൾ നമുക്ക് അടുത്ത് നിന്ന് വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇതാ നമ്മളെ സൈറ്റിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ വീടിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിയ കുറച്ച് സാധനങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. ഇപ്പോൾ നമ്മളെ വീട്ടിൽ ഈ ഇൻഡസ്ട്രിയൽ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതായത് വിൻഡോസിനൊക്കെ ഗ്രില്ല് വെക്കലും പിന്നെ പാഷ്യോൻ്റെയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാണിക്കാം. അതേപോലെ തന്നെ സ്റ്റെയറിൻ്റെ വർക്കും ചെയ്തിട്ടുണ്ട്. പിന്നെ പുട്ടിയാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചുമരൊക്കെ പുട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫിനിഷിങ് ആയതിനു ശേഷം നമ്മൾ ഫ്ലോറിങ് സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ. ടൈലൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വീക്കിൽ തന്നെ സ്റ്റോക്ക് വരും. പുറത്തുകൊണ്ടിട്ടാണ് പുട്ടി ഇടാൻ. അപ്പോൾ പുട്ടി ഇട്ടിട്ട് പിന്നെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ വാൾപേപ്പറും ഒക്കെ പോയി നോക്കിയതൊക്കെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ നമ്മൾ ഫ്രണ്ട് നമ്മൾ സ്റ്റീൽ ഡോറാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെഷർമെൻറ്റൊക്കെ എടുത്ത് പോയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മളെ പാഷ്യോ. അപ്പോൾ പാഷ്യോൻ്റെ ഗ്രിൽ വർക്കൊക്കെ കംപ്ലീറ്റ് ആയി. അതിങ്ങനെ പിക്ചർ നമുക്കിങ്ങനെ വരച്ച് തന്നപ്പോഴൊക്കെ എനിക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. ഭയങ്കര കൺജസ്റ്റഡായി പോവുമോ അങ്ങനെ ഗ്രില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു ഏരിയ അല്ലേ. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ അത്യാവശ്യം ഞാൻ ഉദ്ദേശിച്ച ഒരു വ്യൂ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ റൂഫിംഗ് ഉണ്ട്, അത് ലാസ്റ്റാണ് കേട്ടോ ചെയ്യുക. പിന്നെ ഉള്ളിലൊക്കെ ഫുള്ള് പൊടിയാണ്. ഈ പുട്ടിൻ്റെ വർക്ക് നടക്കുന്നതിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് പൊടിയാണ് കേട്ടോ. അപ്പോൾ ദാ ഇത് ബാക്ക് സൈഡിലേക്ക്, അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന പുറത്തേക്കുള്ള ഭാഗമാണ് കേട്ടോ. അപ്പോൾ അവിടെ ഗ്രില്ലിൻ്റെ വർക്ക് അതും കഴിഞ്ഞു. പിന്നെ ഇനി ഇവിടെ നമുക്കൊരു ഇതൊക്കെ കൊടുത്തിട്ട് ഒരു ടേബിൾ ടോപ്പ് ആയിട്ട് നമുക്കൊരു സിങ്ക് വെക്കണം. ഒരു കൗണ്ടറൊക്കെ ചെയ്തിട്ട് സിങ്ക് വെക്കണം. പിന്നെ അതാ സ്റ്റെയറിൻ്റെ വർക്കും എല്ലാം കഴിഞ്ഞു. സ്റ്റെയർ മേലെ നമുക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബ്രിഡ്ജ് പോലെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി ഉള്ളിലേക്കുള്ള ഡോറുകളൊക്കെ ഫ്ലോറിങ് കഴിഞ്ഞിട്ടാണ് ചെയ്യുക. അത് നമ്മൾ മെംബ്രെയിൻ ഡോർസും പിന്നെ FRP ഡോർസുമാണ് വിചാരിക്കുന്നത്. അതിനൊക്കെ നമ്മൾ ആളേൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലേക്കുള്ളത് ടാറ്റ സ്റ്റീലാണ് നമ്മൾ ഡോറ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റെയറും ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്തിട്ട് നമ്മൾ HD ബോർഡ് ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി അതിൽ ടൈല് കൊടുക്കണോ വുഡ് ചെയ്യണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. വുഡ് കൊണ്ട് ചെയ്യണോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത്. സ്റ്റെയറിൻ്റെ വർക്കും നമ്മൾ കംപ്ലീറ്റ് ഇൻഡസ്ട്രിയൽ വർക്കും ചെയ്തത് ഒരു ടീമാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, നമ്മൾ വീട് മൊത്തം ഒരു ഓപ്പൺ കോൺസെപ്റ്റിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഭാഗത്ത് നിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മേലെയാണെങ്കിലും താഴെയാണെങ്കിലും ഒക്കെ എല്ലായിടത്തും ഒരേപോലെ വ്യൂ എത്തുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാ വിൻഡോസിനും നമ്മൾ ഗ്രില്ലിട്ടിട്ടില്ല. പിന്നെ ഓപ്പൺ നമ്മൾ ചില ഹൈറ്റിലൊക്കെ ഡബിൾ ഹൈറ്റിലൊക്കെ വരുന്ന വിൻഡോസൊന്നും നമ്മൾ ഓപ്പൺ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അവിടേക്ക് നമ്മൾ ഫിക്സഡ് ഗ്ലാസ് ഇടാനാട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഫിക്സഡ് ഗ്ലാസ് ഇടുന്ന വിൻഡോസിനൊന്നും നമ്മൾ ഗ്രില്ല് കൊടുത്തിട്ടില്ല. പിന്നെ ബെഡ്റൂം സെറ്റൊക്കെ നമ്മൾ പാർട്ടിക്കിൾ ബോർഡിൽ ചെയ്യാനാണ് വിചാരിക്കുന്നത്. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ. ബാത്റൂംസിലാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഇങ്ങനെ ഈ ഒരു വാളിനോട് ചേർന്നിട്ട് ഒരു ക്യാബിനറ്റ്, ഒരു കബോർഡ് പോലെ നമ്മൾ അവിടെ ഒരു സ്റ്റോറേജ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് അലുമിനിയത്തിൽ ചെയ്യണോ മൾട്ടിവുഡിൽ ചെയ്യണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് കേട്ടോ. കാരണം ബാത്റൂമിലാവുമ്പോൾ എന്തായാലും നനഞ്ഞ കംപ്ലയിൻറ്റ് ഉണ്ടാവാൻ പാടില്ല. അലുമിനിയത്തിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും നനവിൻ്റെ പ്രശ്നങ്ങളോ ഒന്നും അങ്ങനത്തെ ഇഷ്യൂസൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു. 1-2 ടീമൊക്കെ വന്ന് നോക്കിയിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ആ അലുമിനിയത്തിൽ ക്യാബിനറ്റ്സ് ഒക്കെ ചെയ്തിട്ടുള്ള ആ ഒരു ഫിനിഷിങ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. നമ്മൾ ഈ മൾട്ടിവുഡിനെ അല്ലെങ്കിൽ WPC ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത്ര ഒരു ഫിനിഷിംഗ് ആയിട്ട് തോന്നണില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കിച്ചണിലൊക്കെ ഒന്നെങ്കിലും മൾട്ടിവുഡിൽ അല്ലെങ്കിൽ WPCയിലാണ് ചെയ്യാൻ വിചാരിക്കുന്നത്. പക്ഷേ ബാത്റൂംസിലൊക്കെ ഇനിയിപ്പോൾ അലുമിനിയത്തിലായാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മളതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
റൂഫിൽ നമ്മൾ ഷിംഗിൾസാണ് ഇട്ടിട്ടുള്ളത്. പക്ഷേ റൂഫൊന്നും കാണില്ലായിരുന്നു. സ്റ്റെയർ വെക്കാത്തതുകൊണ്ട് നമുക്ക് മേലേക്കൊന്നും അങ്ങനെ കയറി കാണിക്കാനൊന്നും പറ്റില്ലായിരുന്നല്ലോ. താഴ്ന്ന് നോക്കുമ്പോൾ അങ്ങനെ റൂഫൊന്നും അങ്ങനെ കാണില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോഴാണ് എനിക്ക് ശരിക്ക് ഇതൊക്കെ ഒന്ന് വീഡിയോയിൽ എടുക്കാൻ പറ്റുന്നത്. ഇത് നമ്മൾ ഗ്രീനാണ് കേട്ടോ, ഒരു എമറാൾഡ് ഗ്രീനാണ് നമ്മൾ കൊടുത്തിട്ടുള്ള കളറ്. പക്ഷേ ഇപ്പോൾ പൊടിയൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്, ഒരു മങ്ങിയ പോലെയാണ് ഇരിക്കുന്നത്. ഇനി വർക്ക് കഴിയുമ്പോൾ ഒരു കംപ്ലീറ്റ് ചെയ്യും, അത് ക്ലീൻ ചെയ്യുമായിരിക്കും. അപ്പോൾ ഇത് ഫ്രണ്ടിലേക്കുള്ള ഒരു ഓപ്പൺ ടെറസാണ് കേട്ടോ. ഫ്രണ്ട് ഭാഗത്തേക്കുള്ള ഫ്രണ്ടിൽ നമ്മളൊരു ബാൽക്കണി ആയിട്ട് സെറ്റ് ചെയ്യണില്ല, കാരണം റോഡിനോട് അത്രയും ക്ലോസ് ആയിട്ടാകുമ്പോൾ ഭയങ്കര പൊടിയായിരിക്കുമല്ലോ. അപ്പോൾ അതൊരു ഓപ്പൺ ടെറസ് ആക്കിയിട്ട് ഇടാനാണ് വിചാരിക്കുന്നത്. പിന്നെ ഇത് ബാക്കിലും ഇതേപോലെ തന്നെ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്, പക്ഷേ അത് നമുക്കൊരു യൂട്ടിലിറ്റി ഏരിയ ആയിട്ട് സെറ്റ് ചെയ്യണം. അവിടെ നമുക്ക് കുറച്ചും കൂടി ഇനി ഇൻഡസ്ട്രിയൽ വർക്കൊക്കെ വരാനുണ്ട് കേട്ടോ. അതൊക്കെ ഇനിയിപ്പോൾ ലാസ്റ്റ് ആയിരിക്കും ചെയ്യൽ. പിന്നെ ഇത് നമുക്ക് വാട്ടർ ടാങ്ക് വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഫെസിലിറ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സ്റ്റെയറിൻ്റെ ഫസ്റ്റ് ലാൻഡിങ് ആണ് ഇപ്പോൾ ഈ ഒരു ഏരിയ. ഇവിടെ നമ്മൾ ഗ്ലാസ് ഇടാനാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ നല്ലോണം ഒരു സൺലൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിൽ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളെ വിൻഡോസൊക്കെ UPVC വിൻഡോസാണ് കേട്ടോ. സ്ലൈഡിങ് ഡോറ് കൊടുക്കാനാണ് വിചാരിക്കണത്. അപ്പോൾ അവർ ഒരു ടീമിനെ നമ്മളിത് ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു വന്ന് ജസ്റ്റ് മെഷർമെൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ നമുക്കൊരു ഡോറും കൂടിയും UPVCയിൽ ചെയ്യാനുണ്ട്. അപ്പോൾ അതും കൂടിയും ഫ്ലോറിങ് കഴിഞ്ഞിട്ട് ടൈലിട്ടതിന് ശേഷമാണ് അതും കൂടി മെഷർമെൻറ്റ് എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് ശേഷമായിരിക്കും വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. കിച്ചണിലൊന്നും ഇപ്പോൾ ഇതുവരെ എങ്ങനെ വേണം എന്നുള്ളത് ഫിക്സ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ പോർച്ചിലും നമുക്ക് കുറച്ച് ഇൻഡസ്ട്രിയൽ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇനി അതും പിന്നെ ബാക്കിലെ ഓപ്പൺ ടെറസും എല്ലാം കൂടി ഒരുമിച്ചായിരിക്കും കേട്ടോ ചെയ്യുക. ഇത് സ്റ്റെയറിൻ്റെ താഴെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, മാക്സിമം നമ്മൾ സ്പേസുകൾ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, മാക്സിമം സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടേക്ക് നമ്മൾ എന്തൊക്കെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളതൊക്കെ ഇനിയിപ്പോൾ ഫൈനലായിട്ട് നമ്മൾ ഹോം ടൂർ വരുമ്പോൾ ഇൻഷാല്ലാ നമുക്ക് കാണാം. അപ്പോൾ ഇനിയിപ്പോൾ ഈ പോർച്ചിൻ്റെ താഴ്ഭാഗം ഉണ്ട്, അവിടെ എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ അങ്ങനെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ എന്താ പറയുക, അതേപോലെ തന്നെ മുറ്റം, ചെറിയൊരു മുറ്റേ ഉള്ളൂ. ആ ഒരു മുറ്റം എൻ്റെ അടുത്ത് ഞാനൊരു പ്ലാനിങ്ങിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ വർക്കൊക്കെ ചെയ്യുന്ന ആളായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ വാട്ടർ ടാങ്ക് ഉണ്ട്, നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. പുതിയ ടാങ്ക് മേലേക്ക് കൊണ്ടുപോയിട്ടില്ല, ജസ്റ്റ് ഇവിടെ പുതിയ ടാങ്കൊക്കെ വാങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എളുപ്പം ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്, താഴ്ഭാഗത്തേക്ക് ഇങ്ങനെ എന്താ പറയുക, അത് സ്ലോപ്പായിട്ട് ഒരു കേർവ്ഡായിട്ട് വരുന്നൊരു ഇതില്ലേ മോഡൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു വാട്ടർ ടാങ്ക് ആയിരുന്നു വാങ്ങിയത്. അപ്പോൾ അങ്ങനെ ജസ്റ്റ് വീടിൻ്റെ ഉള്ളിലൊക്കെ വീഡിയോ എടുക്കലും എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ സാരാക്കട വർക്കേഴ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അവരായിട്ടൊക്കെ സംസാരിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ പിന്നെ വെറുതെ നിൽക്കുമ്പോൾ അപ്പുറത്ത് തൊടുവിൽ കണ്ടതാണ് നല്ല ചാമ്പക്കൊക്കെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്തതായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഈ നല്ല വെയിലും നല്ല ചൂടൊക്കെ ഉള്ള സമയത്താണ് കേട്ടോ ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിന്. അപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു ചെറിയൊരു ഷോപ്പാണിത്. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ പാസ് ചെയ്യുമ്പോൾ കാണലുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഗ്ലാസ്സൊക്കെ കഴുകി വെച്ചിരിക്കണ കണ്ടു. അപ്പോൾ എനിക്കൊരു തോന്നി, എനിക്ക് സോഡ സർബത്ത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതവിടെ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ നമ്മൾ ചില ഭയങ്കര ദാഹിച്ച് നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ എന്നാൽ പിന്നെ ഒരു സോഡ സർബത്ത് കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാ. പിന്നെ എന്താ പറയുക, പിന്നെ അത്യാവശ്യം നമ്മളെ ചുറ്റുപാടിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് അറിയും വേണമല്ലോ. ഇതെവിടെയാണ് പുതിയ വീട് നമ്മൾ ഉണ്ടാക്കുന്ന ലൊക്കേഷൻ എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ താമസിക്കുന്നത് ഹാജിയാർ പള്ളിയാണ്, മലപ്പുറം ഹാജിയാർ പള്ളി. താരാക്കാൻ്റെ വീട് അവിടെയാണ്. പക്ഷേ നമ്മൾ വീട് ഉണ്ടാക്കുന്നത് അവിടെ അല്ല കേട്ടോ. നമ്മൾ വീട് ഉണ്ടാക്കുന്നത് മുണ്ടക്കോടാണ്. ഒരു 8-9 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്കിപ്പോൾ ഇത് പുതിയ നാടാണ്. അപ്പോൾ ഇവിടുത്തെ ചുറ്റുപാടുകളൊക്കെ ഒന്ന് നോക്കി വെക്കും വേണമല്ലോ. എനിക്ക് ഈ ഒരു ഷോപ്പ് കണ്ടപ്പോൾ ഒരു എന്താ പറയുക, കുട്ടികളൊക്കെ വിട്ടിട്ടാണെങ്കിൽ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ പറ്റുന്ന സൗകര്യമൊക്കെ ഉണ്ടോ അതൊക്കെ നമ്മൾ നോക്കൂലേ. അപ്പോൾ ഇവിടെ അത്യാവശ്യം വേണ്ടിയ സാധനങ്ങളൊക്കെ ഉണ്ട്. നെയ്യപ്പൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ കടലമുട്ടായും ഇങ്ങനത്തൊക്കെയാണ് പെട്ടെന്ന് ഞാൻ നോട്ട് ചെയ്തതിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റംസുകൾ. അതൊക്കെ ഏതായാലും ഇവിടെ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങാൻ, നമുക്കാണെങ്കിലും വരാനും കുട്ടികളെ വിട്ട് വാങ്ങിക്കാനൊക്കെ പറ്റുന്നൊരു ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മളെ അടുത്ത് തന്നെ ഉണ്ട്. പിന്നെ കടകളൊക്കെ ഉണ്ട് കേട്ടോ, കുറച്ച് മാറിയിട്ടാണെങ്കിലും ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എന്താ പറയുക, നമുക്ക് ബുദ്ധിമുട്ടുള്ളൊരു ഏരിയ ഒന്നുമല്ല, റെസിഡൻഷ്യലായിട്ടുള്ള ഏരിയ തന്നെയാണ്. ഒരുപാട് നെയ്ബേഴ്സും ഉണ്ട് കേട്ടോ നമുക്ക്. പിന്നെ എന്താ പറയുക, കാറ്ററിങ്ങിൻ്റെ ഒരു യൂണിറ്റും ഉണ്ട് നമ്മൾ തൊട്ടടുത്ത് തന്നെ. നമുക്ക് ബിരിയാണി, മന്തിയും ഇതൊക്കെ ഒരു കാറ്ററിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ.
അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് കുട്ടികളെ കടയിൽ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഒരു ഷോപ്പ് ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു വൈകുന്നേരം വരെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നു നമ്മൾ പോയപ്പോൾ. പക്ഷേ നല്ല വെയിലല്ലേ, അപ്പോൾ ഈ ചൂടും വെയിലൊക്കെ ആയതുകൊണ്ടായിരിക്കും ഓരൊക്കെ ക്ലോസ് ചെയ്ത് വീട്ടിൽ പോയിട്ടുണ്ട്. ഓരോ വീട് അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. പിന്നെ അതാ ഒരു പുഴയുണ്ട് കേട്ടോ, എന്താണ് ആനക്കടവ് എന്നാണ് ഈ പുഴൻ്റെ പേര്. അപ്പോൾ ആൾക്കാരൊക്കെ അതിൻ്റെ സൈഡിൽ ഇറങ്ങി കുളിക്കണം ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നൊരു പുഴ തന്നെയാണ്. അപ്പോൾ അതിൽക്കൊന്ന് ഇറങ്ങണം എന്നൊരാഗ്രഹമുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ നാടും നമ്മളെ വീടിൻ്റെയൊക്കെ വിശേഷങ്ങൾ. അപ്പോൾ ഒരുപാട് പേര് ഇവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ വീഡിയോസിന് കമൻറ്റ് ചെയ്യലുണ്ട് കേട്ടോ. ആരൊക്കെയാണെന്ന് ഇപ്പം നമുക്ക് അങ്ങനെ അധികം പരിചയപ്പെട്ട് വന്നിട്ടില്ല. ഇൻഷാ അല്ലാ എല്ലാവരും പരിചയപ്പെടാനും കാണാനും ഒക്കെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇനി ലാസ്റ്റ് നമ്മൾ ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിയ കുറച്ച് സാധനങ്ങളുണ്ട്, അത് കാണിക്കാം. ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വിചാരിച്ച കടകളിലൊന്നും എനിക്ക് അന്ന് പോകാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഹോം സെൻറ്റർ മാത്രമേ കാര്യമായിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയ 1-2 സാധനങ്ങൾ ആ വീഡിയോയിലാണെങ്കിൽ അതൊന്നും എനിക്ക് കറക്റ്റായിട്ട് കാണിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതാ ഇതൊരു ലാമ്പാണ്, ഒരു ബെഡ് ലാമ്പാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ മോഡൽ ലാമ്പ്. ഞാൻ ഷാർജയിൽ നിന്ന് എൻ്റെ അടുത്ത് യൂസ് ചെയ്തിരുന്ന ലാമ്പ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് ഇവിടെ കാർഗോയിൽ ഒക്കെ വന്നപ്പോൾ ഡാമേജ് ആയിപ്പോയി. അങ്ങനെ അത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഏകദേശം ആ ഒരു മോഡൽ തന്നെയാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, ഇതൊരു ഓഫ് വൈറ്റ് ആണ് ഞാൻ വാങ്ങിച്ചത്. ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുട്ടികൾക്ക് റൂമിൽക്കും ഒക്കെ ഇങ്ങനത്തെ ഓരോന്ന് വാങ്ങണം എന്ന് തന്നെയായിരുന്നു കേട്ടോ എൻ്റെ മനസ്സിലുണ്ടായത്. ഞാനിത് മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഹോം സെൻറ്ററിൻ്റെ 2 വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ വീഡിയോയിൽ ഞാൻ കുറേ സാധനങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പോയപ്പോൾ ഞാനിങ്ങനെ പ്ലാൻ ചെയ്തതായിരുന്നു ഇതൊക്കെ വാങ്ങണം എന്നൊക്കെ. പക്ഷേ പിന്നെ നമ്മൾ ഏകദേശം വീട് ഇപ്പോൾ ഇങ്ങനെ അതിന് ശേഷം നമ്മൾ പോയി നോക്കുമ്പോൾ അങ്ങനെ വലിയ കോർണർ ലൈറ്റും ഒക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതൊന്നും ഇപ്പോൾ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ വെക്കാനുള്ളൊരു ഫെസിലിറ്റി ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നും വാങ്ങിയിട്ടില്ല. ഇതിന് 599 ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. അത്യാവശ്യം സൈസൊക്കെ ഉണ്ട്. പിന്നെ 1-2 ചെറിയ സാധനങ്ങളായിരുന്നു. അപ്പോൾ ഇത് എന്താ പറയുക, ഗ്രേറ്റ് ചെയ്യുന്ന നമ്മളെ ഗ്രേറ്റർ, ഇത് ഇങ്ങനത്തെ ഒന്ന് ഞാൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ഒരുപാട് സാധനങ്ങളൊക്കെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ തന്നെയാണ് കേട്ടോ വാങ്ങണത്. പിന്നെ അതാ ഈ ഒരു സ്പ്രേ ബോട്ടിൽ അതെനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്. വലിയ റേറ്റ് ഒന്നുമില്ല, 150 അങ്ങോട്ട് ആയിട്ടുള്ളൂ അതിന്. അപ്പോൾ പിന്നെ അതെനിക്ക് ഏതായാലും സ്പ്രേ ബോട്ടിൽ ഒന്നൊന്നും മതിയാവില്ല, ഒരു 3-4 സ്പ്രേ ബോട്ടിൽ എന്തായാലും വേണ്ടി വരും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഈ ഒരു മോഡൽ കണ്ടപ്പോൾ അങ്ങനെ എടുത്തു എന്നേ ഉള്ളൂ. പിന്നെ ഈ ഒരു ഗ്രേറ്റർ ആണെങ്കിൽ ഞാൻ യൂസ് ചെയ്തിരുന്നു. എനിക്ക് നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഇങ്ങനെ ഒരു സ്റ്റാൻഡ് പോലെ ആയതുകൊണ്ട് അതിന്മേൽ ഗ്രേറ്റ് ചെയ്യാൻ എനിക്ക് എന്താ പറയുക, നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു 1 സൈഡ് മാത്രമുള്ള ടൈപ്പ് ഉണ്ടാവില്ലേ, അങ്ങനത്തെ അപേക്ഷിച്ച് എനിക്ക് ഇങ്ങനത്തേത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ഓൺലൈനൊക്കെ സെർച്ച് ചെയ്തിരുന്നു. പക്ഷേ അത്ര ഒരു ക്വാളിറ്റി തോന്നണില്ലായിരുന്നു കേട്ടോ. ഇത് ഹോം സെൻറ്ററിൻ്റെ സാധനങ്ങൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. ഇതിന് 299 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് എൻ്റെ ഫേവറേറ്റ് ഐറ്റം മഗ്ഗുകൾ തന്നെയാണ്. അപ്പോൾ ഒരു 3-4 മഗ്ഗുകൾ വാങ്ങണമെന്നുണ്ടായിരുന്നു. ഞാൻ ഓൺലൈനിൽ കുറച്ച് മഗ്ഗുകൾ വാങ്ങിയിട്ടുണ്ട്. അത് ചെറുതാണ്, ഒരു 200 ml ആണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഇപ്പോൾ എനിക്കും ഞാനും തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ചായയും വെള്ളമൊക്കെ കുടിക്കുമ്പോൾ അത്യാവശ്യം വലിയ കപ്പിലാണ് കുടിക്കൽ കേട്ടോ. ഇത് 380 ml വരുന്ന കപ്പാണ്. ഇത് അത്യാവശ്യം നല്ല സൈസ് തന്നെയാണല്ലോ. അപ്പോൾ എനിക്ക് ഇങ്ങനത്തതാണ് ഇഷ്ടം. പക്ഷേ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇങ്ങനത്തിൽ കൊടുക്കുമ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ ഫുള്ള് കുടിക്കാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 4 എണ്ണമാണ് വാങ്ങിച്ചിട്ടുള്ളൂ. അതും 2 കളറാക്കിയിട്ട് തന്നെയാണ് എടുത്തത്. ഒരു ഷെല്ലിൻ്റെ ഒക്കെ ഒരു ഫിനിഷിങ്ങിലുള്ള അങ്ങനത്തെ ഒരു ഡിസൈനാണ് കേട്ടുള്ളത്. ഇതിലിങ്ങനെ കാണുന്ന പോലെയല്ല. പിന്നെ ഇതിൻ്റെ കളറാണെന്നുണ്ടെങ്കിൽ ഒരു ഓഫ് വൈറ്റിൽ 2 എണ്ണം എടുത്തു. 2 എണ്ണം പിന്നെ ഈ ഒരു കളറിന് എന്താ അപ്പോൾ ഇതിൻ്റെ പേര് പറയേണ്ടത് എനിക്കറിയണില്ല. ഒരു ബ്രൗണും അല്ല ഗ്രീനും അല്ല, അങ്ങനത്തെ ഒരു കളറിലാണ് കേട്ടോ. അപ്പോൾ എന്നാൽ 4 എണ്ണം ഒരുമിച്ചെടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങനെയും മാച്ചായി പോകുന്നുള്ള രീതിയിൽ നോക്കിയെടുത്തതാണ്. 130 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഓൺലൈനിൽ വാങ്ങിയ സാധനങ്ങൾ പെട്ടെന്ന് അപ്ലോഡ് ആക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ. ഹൗസ് വാമിംഗ് ആയിട്ടുണ്ട്, എന്തൊക്കെ വാങ്ങണമെന്ന് ഐഡിയ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എന്താ പറയുക, എനിക്ക് ഭയങ്കര അതിന് എന്താ പറയുക, ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ അതൊക്കെ ഇങ്ങനെ ഓരോന്നും അതേപോലെ തന്നെ പാക്ക് ചെയ്ത് വെക്കും കൂടി വേണമല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ മടിയായിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യാതെ. ഇൻഷാ അല്ലാ ഏതായാലും അടുത്ത വീഡിയോയിൽ എന്തായാലും കാണിക്കുന്നുണ്ട്. പിന്നെ അതാ ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എന്താ പറയുക ഒരു ഐറ്റം ആണ് ഇനി അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത്, ബ്രെഡ് ബോക്സ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ആ ബ്രെഡ് ബോക്സിൻ്റെ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ അന്ന് പക്ഷേ ഒരുപാട് ആൾക്കാർക്ക് അത്ര അറിയണില്ല അതെന്താണ് സംഭവം എന്നുള്ളത്. അറിയുന്നവരുണ്ട്, പക്ഷെ എന്നാലും ഇതിനെ പറ്റിയിട്ട് അങ്ങനെ അറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ശരിക്കൊന്ന് കാണിക്കാമെന്ന്. അപ്പോൾ ഇത് അത്യാവശ്യം സൈസുള്ള ഒരു സ്റ്റോറേജ് ബോക്സാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ അത്ര കോമൺ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല, ഷോപ്പുകളിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ
എന്താ പറയുക. അപ്പോൾ ഇത് ഞാനും ഉമ്മാനോട് ഞങ്ങൾ എനിക്ക് ബ്രെഡ് ബോക്സ് എന്ന് പറയണ കേട്ടിട്ട് അത് എന്താണ് സാധനം എന്ന് വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഫോട്ടോ കാണിച്ചപ്പോൾ തന്നെ ഇമ്മ വയ്ക്കുന്നുണ്ട്. ഇത് എന്താ പറയുക, എലിനെയൊക്കെ പിടിക്കണ അതിനുള്ളതാണോ എന്ന്, ആ പെരിച്ചാഴിനെയൊക്കെ പിടിക്കാനുള്ളതാണോ എന്നൊക്കെ ചോദിച്ചേ. അപ്പോഴാണ് ഞാൻ ഇത് ഏതായാലും ശരിക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് ബ്രെഡ് ബോക്സ്, ഇത് നമുക്ക് കിച്ചണിൽ കൗണ്ടർ ടോപ്പിലൊക്കെ അല്ലെങ്കിൽ പാൻട്രിയിലോ ഒക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റിയ നല്ലൊരു ഓർഗനൈസറാണ് കേട്ടോ. നല്ലൊരു സ്റ്റാൻഡേർഡ് ഓർഗനൈസറാണ്, കാണാനും നല്ല ഭംഗിയാണ്. നമ്മൾ ഈ എന്താ പറയുക, ഇംഗ്ലീഷ് കിച്ചണുകളിലൊക്കെയാണ് അധികവും നമ്മൾ ഇത് കാണൽ. അങ്ങനത്തെ വ്ളോഗ്സൊക്കെ കാണുമ്പോൾ ഓരോ കൗണ്ടർ ടോപ്പിലൊക്കെ ഇരിക്കുന്നത് കാണാം. അതിന് അങ്ങനെ എനിക്കതൊരു ക്രേസ് തോന്നി വാങ്ങിയതാണ് കേട്ടോ. അല്ലാതെ ഇതിപ്പോൾ നമുക്കൊരു എസെൻഷ്യലായിട്ടുള്ളൊരു ഐറ്റം ഒന്നുമല്ല. പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനതിങ്ങനെ അന്വേഷിച്ച് നടക്കിയിരുന്നു എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ വാങ്ങിയത്. ഇതിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. നമുക്ക് ബ്രെഡോ ബിസ്ക്കറ്റോ ഇതൊക്കെ ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈസിയല്ലേ ഇത് ഓപ്പൺ ചെയ്യാനൊക്കെ. അപ്പോൾ കുട്ടിയൊക്കെയാണെന്നുണ്ടെങ്കിലും ഒക്കെ അത് ഉപയോഗിക്കാനും ഒക്കെ എടുക്കാനും ഒക്കെ എളുപ്പമാണ്. പിന്നെ എന്താ പറയുക, ഇനിയിപ്പോൾ ബ്രെഡ് തന്നെ വെക്കണം എന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള എന്തും വെക്കാം. കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു ലുക്കാണ് കിച്ചൺ. നല്ലൊരു അടിപൊളി കിച്ചൺ ഡെക്കോറാണ്. കിച്ചണിലാണെങ്കിലും പാൻട്രിയിലാണെങ്കിലും നല്ലൊരു ഡെക്കോറായിട്ടാണ് കേട്ടോ. പിന്നെ ഇതിങ്ങനെ റോൾ ചെയ്യുന്നതാണ്, വലിയ മെക്കാനിസം ഒന്നുമില്ല. ഇതിങ്ങനെ ഈ ഡോർ ഇങ്ങനെ റോൾ ചെയ്തിട്ട് മേലേക്ക് ഓപ്പൺ ആക്കുന്ന, അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു ചാനലുണ്ട്, അതിൽ പോകുന്നു, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഞാൻ ഇതുപോലെ ഓൺലൈൻ സൈറ്റിൽ, ഹോം സെൻറ്ററിൻ്റെ ഓൺലൈൻ സൈറ്റിലായിരുന്നു ഇത് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ സ്റ്റോക്ക് ഔട്ട് ആയതാണ്. ഇപ്പോൾ അത് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, പക്ഷേ ഓൺലൈനിൽ 1799 പ്രൈസ്. ഞാനിപ്പോൾ ഇത് ഷോപ്പിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങിയത് 1399 കേട്ടോ. പിന്നെ ഇപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ ദുബായിലൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഐക്കിൽ അവൈലബിൾ ആണ്. താത്ത ഇപ്പോൾ ദുബായിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവളോട് അവിടെയും കൂടി ഒന്ന് നോക്കാൻ ഏൽപ്പിച്ചതായിരുന്നു. ഇവിടെ എനിക്ക് സാധനം കിട്ടാത്തതുകൊണ്ട്. പിന്നെ എനിക്കിത് കിട്ടിയതിന് ശേഷം പിന്നെ ഓള് ഐക്കി പോയപ്പോൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചിരുന്നു. 45 ദിറംസാണ് അവിടെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. എന്താ പറയുക, പെരിച്ചായിനെ പിടിക്കാനൊന്നും അല്ല കേട്ടോ. നമുക്ക് ബ്രെഡൊക്കെ ഇട്ട് കിച്ചണൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇത്രയൊക്കെ ഞാൻ ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൂ. ഇതൊക്കെ ഇതേപോലെ പാക്ക് ചെയ്ത് വെക്കട്ടെ. അതാണ് വലിയൊരു ടാസ്ക് കേട്ടോ. കാരണം നമുക്കിത് പെട്ടെന്ന് ആവശ്യമില്ലാത്തതായതുകൊണ്ട് തന്നെ ഓരോ സാധനങ്ങളും ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ ഓരോട് അത് പറഞ്ഞിട്ട്, ഇപ്പോൾ കയ്യിൽ ക്രോക്കറിയിൽ നിന്ന് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോൾ കാണിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ അവരോട് പറഞ്ഞിട്ട് നല്ലോണം റാപ്പ് ചെയ്ത് ബോക്സ് ചെയ്തൊക്കെ വെച്ചതാണ്. അതിന് എനിക്ക് എടുത്ത് അൺബോക്സ് ചെയ്യാൻ വയ്യ. അപ്പോൾ ഇൻഷാല്ലാ അതൊക്കെ നമുക്ക് ഇനി ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ ഇതേപോലെ പാക്ക് ചെയ്ത് വെക്കണമല്ലോ. അല്ലെങ്കിൽ നമ്മളിനിയിപ്പോൾ ഇത് നമ്മളെ ലൊക്കേഷനിലേക്ക് എത്തിയപ്പോൾ ഇതൊക്കെ വീട്ടിലാണുള്ളത്. ഇതൊക്കെ ഞാൻ നമ്മൾ ലൊക്കേഷനിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ ഡാമേജ് വരും. പ്രത്യേകിച്ച് ഇങ്ങനെ ചെറിയ ഇതൊക്കെ പെട്ടെന്ന് ഡാമേജ് ആവും. അതേപോലെ തന്നെ ഈ സെറാമിക്കിൻ്റെ ഐറ്റംസുകളൊക്കെ ആകുമ്പോൾ പൊട്ടാനും ഒക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഒന്നാമത് ഈ ഓൺലൈനിൽ വന്ന സാധനങ്ങൾ എനിക്ക് എടുത്ത് വല്ലാതെ കാണിക്കാനൊരു മടി. പലതും ഇതേപോലെ തിരിച്ച് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ ഉണ്ടാവണമില്ല. നമ്മൾ അതേപോലെ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബോക്സിലൊന്നും അങ്ങനെ കൊള്ളണമില്ല ഞാൻ വെക്കുമ്പോൾ. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ മെയിനായിട്ട് ഓൺലൈൻ പർച്ചേസൊക്കെ ചെയ്തിട്ടുള്ളത് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നുള്ള സൈറ്റിൽ നിന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ സെപ്പറേറ്റ് ആക്കിയിട്ട് ഓരോ സൈറ്റിൽ നിന്നായിട്ട് ഡിഫറെൻറ്റ് വീഡിയോസ് ആയിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങുന്നവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ ഒന്നും കൂടി യൂസ്ഫുൾ ആവുക. അപ്പോൾ ഇൻഷാല്ലാ ഈ വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ വൈൻഡപ്പ് ആക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ല വീഡിയോസും റെസിപ്പീസും വ്ളോഗുകളൊക്കെ ആയിട്ട് നമുക്കിനിയും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.